കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസിൽ ട്വിസ്റ്റ്. കാരിയറായ മുഹമ്മദ് സൽമാൻ സ്വാലിഹ സ്വർണവുമായി മുങ്ങിയത് 2 സംഘത്തെ വെട്ടിച്ചാണ്. കാരിയറും കൂട്ടാളിയും ഉൾപ്പെടെ 2 പേർ കൂടി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പിടിയിലായത് അർജുൻ ആയങ്കിയുടെ അനുയായിയുമായി ഡീൽ ഉറപ്പിച്ച ശേഷം സ്വർണവുമായി കടന്നു കളഞ്ഞവരാണ്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 15ആയി. ജിദ്ദയിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വർണം തട്ടാനായി എയർപോർട്ടിന് പുറത്ത് കാത്തുനിന്നത് വ്യത്യസ്ത 5 സംഘങ്ങൾ. ഇതിൽ 13 പേരെ പോലീസ് വിമാനത്താവളത്തിന് പുറത്തുവെച്ചു തന്നെ പിടികൂടി. എന്നാൽ സ്വർണവുമായി വിമാനത്താവളത്തിലെത്തിയ കാരിയർ ഈ സംഘങ്ങളെയൊക്കെ വെട്ടിച്ച് പുതിയ ഡീലുമായി കൊച്ചിയിലേക്ക് കടന്നു. കാരിയറായ മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് സൽമാൻ സാലിഹും കൂട്ടാളി സാദിഖ് പിപിയുമാണ് ഇപ്പോൾ പോലീസിന്റെ വലയിലായിരിക്കുന്നത്. മുഹമ്മദ് സൽമാൻ സാലിഹിനെ കാണാനില്ലെന്ന് കുടുംബം കരിപ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സൽമാൻ സാലിഹ് സ്വർണവുമായി മുങ്ങിയെന്ന് മനസ്സിലായത്. തനിക്ക് സ്വർണം തന്നുവിട്ടയാൾ പറഞ്ഞ വ്യക്തിക്ക് കൈമാറാതെ അർജുൻ ആയങ്കിയുമായി 40 ലക്ഷം രൂപയ്ക്ക് ഇടപാട് നടത്താനായിരുന്നു സൽമാൻ സാലിഹിന്റെ ആദ്യ പദ്ധതി. അതിനായി അർജുൻ ആയങ്കിയുടെ സുഹൃത്ത് അഭിജിത്ത് പറയുന്നയാൾക്ക് സ്വർണം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അർജുൻ ആയങ്കിയുടേതുൾപ്പെടെ 5 സംഘങ്ങളാണ് മുഹമ്മദ് സൽമാൻ സാലിഹ് കൊണ്ടുവരുന്ന സ്വർണം പൊട്ടിക്കാൻ വിമാനത്താവളത്തിന് പുറത്ത് കാത്തുനിന്നത്. അതിനിടയിലാണ് പരപ്പനങ്ങാടി സ്വദേശിയും സൽമാൻ സാലിഹിന്റെ സുഹൃത്തുമായ സാദിഖ് പിപി മറ്റൊരു പദ്ധതി തയ്യാറാക്കുന്നത്. നിലമ്പൂർ സ്വദേശിയായ ഷബി എന്നയാൾക്ക് സ്വർണം കൈമാറാമെന്നും അതെല്ലാവർക്കും തുല്യമായി വീതിച്ചെടുക്കാമെന്നുമായിരുന്നു പ്ലാൻ. എയർപോർട്ടിലെത്തിയ സൽമാൻ സാലിഹിനെ പുറത്ത് കാറിൽ കാത്തുനിന്ന ഷിബിയും മറ്റൊരു സുഹൃത്തും കൂടി എറണാകുളത്തേക്ക് കടന്നു. തുടർന്ന് ട്രോളി ബാഗ് കുത്തിപ്പൊട്ടിച്ച് അതിനകത്തുള്ള സ്വർണമെടുത്ത് പങ്കിട്ടുവെന്നാണ് വെളിപ്പെടുത്തൽ. ഈ കേസിൽ ഇനിയും പ്രതികളുണ്ടെന്നും അവർക്കായുള്ള അന്വേഷണം ഊർജിതമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.